ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 20-ാം വാക്യം. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു വിശ്വസ്തനായ ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കുവാനും ലഘുലേഖകൾ വിതരണം ചെയ്യുവാനുമായി വീടാന്തരം പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ദിവസം അദ്ദേഹം ഒരു വീട്ടുവാതിൽക്കലെത്തി ബെല്ലടിച്ചു. കതക് തുറക്കപ്പെട്ടില്ലെങ്കിലും ആരോ അകത്തുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ക്ഷമയോടെ പുറത്തു നിന്ന് ബെല്ലമർത്തിക്കൊണ്ടിരുന്നു. കുറച്ചധികം സമയം കഴിഞ്ഞ് ഒരാൾ വന്ന് കതക് തുറന്ന് ധൃതിയിൽ ലഘുലേഖ വാങ്ങുകയും കതക് വലിച്ചടയ്ക്കുകയും ചെയ്തു. ആ ക്രിസ്ത്യാനി ചില ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ വീട്ടിലെത്തി ബെല്ലടിച്ചു. കഴിഞ്ഞ തവണ കതക് വലിച്ചടച്ച മനുഷ്യൻ തന്നെ പെട്ടെന്ന് വന്നു. അദ്ദേഹത്തെ മുകളിലത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാളികയുടെ കഴുക്കോലിൽ കുരുക്കിട്ട ഒരു കയർ തൂങ്ങിക്കിടന്ന് ആടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ താങ്കൾ വന്ന് നിർത്താതെ ബെല്ലടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ കയറിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ആ കയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ ലഘുലേഖയുടെ തലക്കെട്ട് എന്നെ ആകർഷിച്ചതുകൊണ്ട് ഞാൻ അത് മുഴുവൻ വായിച്ചു. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുകയും നിത്യജീവനാകുന്ന ദാനം വിശ്വാസത്താൽ സ്വീകരിക്കുകയും ചെയ്തു. രക്ഷയുടെ സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞ ആ മനുഷ്യൻ ജീവിതത്തിന് പുതിയ അർത്ഥം കണ്ടെത്തിയ കാര്യം വിവരിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ആയുസ്സും ആരോഗ്യവും നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ഓർത്തുള്ള ഭാരത്തിൽ നാം കഴിക്കുന്നുണ്ടോ? നഷ്ടപ്പെടുന്ന ഓരോ ആത്മാവിനും നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ആയതിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും നാം മനസ്സിലാക്കിയ വചനസത്യങ്ങൾ, നാം മനസ്സിലാക്കിയതായ നിത്യജീവൻ്റെ വലിയ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവ്, നൽകിയിരിക്കുന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വിശ്വസ്തനായ കർത്താവിൻ്റെ ഒരു വേലക്കാരനായി തീരുവാൻ അവിടുന്ന് എന്നെയും സഹായിക്കണമേ. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ഓർത്ത് ഭാരമുള്ളവരായി കർത്താവിന് നിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.